മതി, വന്നു കിടന്നുറങ്ങ്. സമയം പാതിരാ കഴിഞ്ഞു. നിങ്ങൾ ഉറങ്ങിക്കോ, ഞാൻ ഇതോടെ തീർക്കട്ടെ. നാളെ കൊടുക്കാമെന്ന് ഏറ്റതാ. ഇങ്ങനെ നിത്യം ഉറക്കമൊഴിഞ്ഞാലേ വല്ല സൂക്കേടും വരും. ഒരു സൂക്കേടും വരില്ല. ആ മതി, നിർത്താനാ പറഞ്ഞത്. പോയി കിടന്നുറങ്ങ്. അനിയന് കോളേജിലേക്ക് പണം അയക്കേണ്ട തീയതി നാളെയാ. അത് ഓർമ്മയുണ്ടോ? എനിക്ക് കൂടെ പറഞ്ഞൊരു സഹോദരനില്ല. നമ്മുടെ രാജുവിനെ പഠിപ്പിച്ച് വലിയവനാക്കണം. അതിന് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അത് മതി. ഞാൻ കൂടെ സഹായിച്ചാൽ അധികമായി പോകുമോ? സുശീലേ, സുശീലേ, ഇതാ, ഇതൊന്ന് തുറന്നു നോക്ക്. എന്താണിത്? തുറന്നു നോക്ക്. എവിടെ അപ്പു? അപ്പോ ഓടി വാടാ. എന്താ അച്ഛാ? ഇതാ മോന് ഒരു പുതിയ ഉടുപ്പ്. ഇതാർക്ക് ഇത്ര വില പിടിച്ച സാരിയൊക്കെ? നിനക്ക് തന്നെ. എനിക്കോ? അതെ. ഹായ്, നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം കൂടി എന്ത് വില വരും? 350 രൂപ. 350 രൂപയോ? ആ, ഓണമൊക്കെ അല്ലേ വരുന്നത്. വല്ലപ്പോഴുമൊക്കെ രണ്ട് നല്ല സാരി നിനക്കും വേണ്ടേ സുശി? ഇതൊക്കെ ഇപ്പൊ ആവശ്യമില്ലാത്ത ചെലവല്ലേ? അമ്മയൊന്നും മിണ്ടാതിരി. ആവശ്യമുള്ളതാ അല്ലേ അച്ഛാ? അതേടാ മോനെ, മോൻ പറഞ്ഞതാ ശരി. എന്നാലേ ഞാൻ ഈ സാരി അണിഞ്ഞ് ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കാം. അച്ഛനും മോനും ഇന്ന് ആഹാരം ഒന്നും കഴിക്കണ്ട. അയ്യോ, ചതിക്കല്ലേ. എന്നെ കൊണ്ട് വയ്യ. അച്ഛനും മോനും ഇന്ന് പട്ടിണി കിടന്നു. എടാ മോനെ. എന്താ അച്ഛാ? അമ്മ പറഞ്ഞത് കേട്ടോ? നമുക്കിന്ന് ആഹാരം ഒന്നും ഉണ്ടാക്കി തരില്ലെന്ന്. നമ്മളിനി എന്ത് ചെയ്യൂ? നീ വാടാ, അമ്മയ്ക്ക് നല്ല സദ്യ നമുക്കുണ്ടാക്കി കൊടുക്കാം. വാ. ആ, അരി എടുത്ത് തട്ടെ. ചേച്ചിയുടെ ഈ വൈരാഗ്യം എത്ര കാലത്തേക്കാ? എനിക്ക് ആരോടും വൈരാഗ്യമില്ല. പിന്നെ ഒരു കല്യാണം കഴിക്കാത്തത് എന്താ? നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ചേച്ചി കല്യാണം കഴിക്കാമെന്ന് സമ്മതം പറഞ്ഞാ മതി. ഞാൻ അച്ഛനോട് പറയാം, നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കാൻ. എന്റെ ജാനു, എനിക്കിനി അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചാ ഞാൻ വിഷമിക്കുള്ളൂ. ചേച്ചി സന്യസിക്കാൻ പോവാണോ? നിനക്ക് ഈ നീളമുള്ള നാക്ക് എവിടുന്ന് കിട്ടി? ചേച്ചി കല്യാണം കഴിച്ചിട്ട് അതിന്റെ രസം അറിഞ്ഞിട്ട് വേണം എനിക്കൂടെ ഒന്ന് ആലോചിക്കാം. എന്റെ പൊന്നുമോളെ, അതിന് നീ എന്റെ കല്യാണത്തിന് കാത്തിരിക്കണ്ട. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കാം. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ചേച്ചി അത് കണ്ടോ?
എന്റെ മകനെ ഞാൻ ഇതുവരെ തല്ലിയിട്ടില്ല. മോങ്കരയാതെ വാ. എന്താ എന്തു പറ്റി? ആ റൗഡി എന്നെ അപമാനിച്ചു. ഏതവൻ? ആ വാസു എന്ന് പറയുന്നവൻ ചേച്ചിയുടെ മുഖത്തൊരടി. നൊന്തോ? അടിയുണ്ട പിന്നെ നോവില്ലേ? കുഞ്ഞു കരയാതെ. ഇടതിക്കാരി, ഇതേ വകുപ്പ് വേറെയാ, ഞാൻ കാണിച്ചു തരാം. താനല്ലേ വാസു? അതെ. ആളുകൾ പറഞ്ഞ കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു താൻ ആളിത്തിരി പശകാണെന്ന്. നടക്കും സ്റ്റേഷനിലേക്ക്. എന്താ കാര്യം? കാര്യം പറഞ്ഞാലേ വരത്തുള്ളൂ. അറിഞ്ഞെങ്കിൽ കൂടെ സൗകര്യമായിരുന്നു. എന്നാലിത് പറയാതെ തന്നെ ഉടുമ്പൻ ജോസഫ് തന്നെ ഇവിടുന്ന് പൊക്കുന്നത് കാണണോ? ഉടുമ്പൻ ജോസഫ്? അതെ. ആളെ നോക്കാതെ വാചം അടിക്കാതെ വിടുമ്പോ തനിക്ക് ഇയാളെ പൊക്കാനുള്ള ശക്തിയുണ്ടോ? ഈ വിരട്ടലൊക്കെ സംതിങ് കിട്ടാനുള്ള വേലയാ. നയ്യ പൈസ കൊടുക്കരുത്. ഓടോ, അനാവശ്യം പറയരുത്. പിന്നല്ലാതെ ഏമാനിങ്ങനെ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു, കാര്യം എന്താണെന്ന് അറിയില്ല. ഈ വിവരം പറഞ്ഞാൽ അതല്ലേ പറഞ്ഞത്? അതാ പറഞ്ഞത്. മിസ്റ്റർ വാസു അവിടെ വരെ ഒന്ന് വരണം. വരണം സാർ, ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ. വാസുദേവൻ അല്ലേ? അതെ. ഇരിക്കും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരു 20 വർഷമെങ്കിലും ആകും. ആളെ പിടികിട്ടിയില്ലായിരിക്കും. ഹെഡ് കോൺസ്റ്റബിൾ മാധവൻ നായരുടെ മകൻ സോമശേഖരൻ, മലപ്പുറം പോലീസ് ക്വാർട്ടേഴ്സ് 108. ഓ, ഞാൻ ഓർക്കുന്നു. 109 ഞങ്ങളായിരുന്നു. ക്ഷമിക്കണം, കണ്ടിട്ട് മനസ്സിലായില്ല. ആളാകെ മാറിയിരിക്കുന്നു. നിനക്ക് പറയത്തക്ക മാറ്റം ഒന്നുമില്ല മുഖത്ത്. ഭാഗ്യവാൻ. ആ, ഇത് മകനായിരിക്കും അല്ലേ? അതെ. തന്നെ പറ്റി 9ാം ക്ലാസ് വരെയുള്ള കഥയെ എനിക്കറിയൂ. അവിടെ നിന്ന് അങ്ങോട്ട് പറയണം. അതിനു മുമ്പ് തന്നെ ഒന്ന് പ്രതിക്കൂട്ടി കേട്ടിട്ട്. നീ എന്നു മുതലായി പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്താൻ തുടങ്ങിയത്? എന്ത്? ഞാനോ? ഇത് വായിക്കണം. അയ്യോ, നീ ഇതെല്ലാം വിശ്വസിച്ചോ? ചെറുപ്പത്തിലെ ഒരു ചെറിയ പോക്രിയായിരുന്നല്ലോ. എന്നാലും നീ ഇതെല്ലാം വിശ്വസിക്കരുത്. ശുദ്ധ അസംബന്ധമാണ്. ആ, നേരെ താൻ പോയി ഈ പെറ്റീഷൻ കാര്യങ്ങൾ വിളിച്ചോണ്ട് വരൂ. യെസ് സർ. നമുക്കൊരു ചെറിയ തമാശ ഉണ്ടാക്കാം. ആരുമില്ല ഇവിടെ? ആരുമില്ലെന്ന്? ആ കഥനെ വെറുതെ തല്ലി പൊളിക്കാതെ ആ കൊച്ചിനെ വരട്ടണ്ട. ഞാൻ വിളിച്ചു പറഞ്ഞോളെ, ഇങ്ങോട്ട് മാറി നിൽക്ക്. നളിനി കുഞ്ഞേ, സ്റ്റേഷൻ വരെ ഒന്ന് വരണം. പോലീസ് സ്റ്റേഷനിലേക്കോ? ഞാനോ? നിങ്ങളല്ല പെറ്റീഷൻ കൊടുത്തത്? ഹേമ വിളിക്കുന്നു. മറ്റേ പുള്ളി എവിടെ? അടിയോടി. അയ്യപ്പൻ ചേട്ടാ, അയ്യപ്പൻ ചേട്ടാ. ഓ, നമസ്കാരം. എന്താ വിളിച്ചത്? പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നെന്ന്. അതെന്താ? പേടിക്കാനൊന്നുമില്ല. കുഞ്ഞ് ധൈര്യമായിട്ട് പോയിട്ട് വരണം. നിങ്ങളെയും കൂടി ചെല്ലാൻ പറഞ്ഞു. എന്നെ? ഓ, ഞാനും വരാം. നമസ്കാരം. സാർ വന്നിട്ടുണ്ട്. ഇരിക്കൂ. നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞില്ല. ഓ, ആയിക്കോട്ടെ, നിൽക്കാം. ആരാ നളിനി? ഞാനല്ല, ഇവരാ. എന്താ നിങ്ങളുടെ പരാതി? പെറ്റീഷനിൽ എല്ലാം വിശദമായി എഴുതിയിട്ടുണ്ട്. സാക്ഷി അയ്യപ്പനടിയോടി. ആരാ അയ്യപ്പനടിയോടി? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഞാൻ തന്നെ. നിങ്ങളാണ് ദൃക്സാക്ഷി അല്ലേ? ദൈവത്തിനാണ് ഞാൻ ഈ 2 കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. എന്താണ് നിങ്ങൾ കണ്ടത്? അതുപോലെ പറയണം. ഞാൻ പറയാം സാർ, ഞാൻ പറയാം. നളിനിക്കുഞ്ഞ് പുഴയിൽ കുളിക്കായിരുന്നു. അപ്പോൾ മേൽപ്പടി വാസു എന്ന് പറയുന്ന പ്രതി ഒരു ബീഡിയും പുകച്ചുകൊണ്ട് അതുവഴി വന്നു.
കുഞ്ഞമ്മ കുളിക്കുകയായിരിക്കും അല്ലേ? കുളിച്ചോളൂ. പെണ്ണുങ്ങൾ കുടിക്കുന്നിടത്ത് ലോഹ്യം പറയാൻ വന്നിരിക്കുന്നു തെമ്മാടി. എന്താ വിളിച്ചത്? തെമ്മാടിയെന്നോ? എന്നാൽ ലോഹ്യം പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും കൂടി ചെയ്യും. ശബ്ദിച്ചു പോകും. വാസു നീയായിരുന്നു രോഹി. കള്ളമാണ്, പച്ചക്കള്ളം. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ പെറ്റീഷൻ നിങ്ങൾ അയച്ചതല്ലേ? അതെ. ഈ പറഞ്ഞതല്ലേ ഇതിൽ എഴുതിയിട്ടില്ലേ? അയ്യോ, ഇതൊന്നും ഞാൻ എഴുതിയതല്ല, അയ്യപ്പൻ ചേട്ടൻ എഴുതിയതാ. എന്താ മിസ്റ്റർ അടിയോടി ഇത്? ഒരു കേസ് കൊടുക്കുമ്പോ സ്വല്പം എരിവും പുളിയൊക്കെ വേണ്ടേ എന്ന് കരുതി എഴുതിയതാണ്. സാധാരണ കോടതി കാര്യങ്ങളിൽ അങ്ങനെ പതിവുണ്ട്. ആ നാണനായരെ, ആ വാസുവിനെ തുറന്നു വിട്ടിട്ട് ഇയാളകത്താക്ക്. എന്നെ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെയും പതിവുണ്ട്. സാർ, സാർ, എന്നെ വിളിക്കുന്ന എന്നെ പോലീസുകാരൻ. അവമാനിക്കരുത്. സാർ, സാർ, എനിക്ക് ഇതിനകത്ത് കയറി യാതൊരു പരിചയമില്ല. അതും പരിചയപ്പെടണമല്ലോ. നാട്ടുകാരെ അറിഞ്ഞാൽ മോശമാണ് സാർ. ആദ്യം ആലോചിക്കാം. ഏയ്, ശബ്ദം. പെട്ടെന്ന് പോകാൻ പറ്റും. നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാനിപ്പോ വിടുന്നു. മേലിൽ ഇത്തരം കള്ളക്കേസുകളുമായിട്ട് ഇവിടെ വരരുത്. പോയിക്കോളൂ. ഇത്രയും വേണമായിരുന്നു. ഇരിക്കട്ടെന്ന്. വാസു, വാസു അറിയാതൊരബദ്ധം പറ്റിപ്പോയതാണ്. ഉയ്, നളിനി കുഞ്ഞേ. എടാ ചിരിക്കാടാ, ഇത് പോലീസ് സ്റ്റേഷനാണ്. നിന്നെ പിടിച്ച് അകത്താക്കും.